130 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡാം കെട്ടി കേരളത്തിൻ്റെ മണ്ടയിൽ. ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളിൽ പെരിയാറുമായി ബന്ധപ്പെടുത്തി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന നദിയുടെ കുറുകെ കെട്ടിയ ഡാം 130 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 50 വർഷമാണ് അതിൻ്റെ ആയുസ്സെന്ന് ഒരു വോക്കലായി പറയുന്നതാണ്, അല്ലാതെ ആരും സയൻറ്റിഫിക്കായി 50 വർഷമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിനകത്തൊരു പ്രശ്നമുണ്ട്. സുർക്കിയും ചുണ്ണാമ്പുമൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു സാങ്കേതിക വിദ്യ എന്ന് പോലും പറയാൻ കഴിയത്തില്ല, ഒരു പരമ്പരാഗത രീതിയിൽ ചെയ്ത ഒരു ഡാം. സുർക്കി ചുണ്ണാമ്പും ഒക്കെ ചേർത്ത് ചെയ്ത പരമ്പരാഗത അറിവ് ഉപയോഗിച്ച് ചെയ്ത ഒരു ഡാം. കമ്പിയുടെയും സിമൻറ്റിൻ്റെയും കണ്ടുപിടുത്തവും അതിൻ്റെ കണക്കുകളുമൊക്കെ പിന്നെയാണ് വരുന്നത്, എമ്പുക്കെഴുത്തും കണക്കുകളൊക്കെ. അതുകൊണ്ട് ആയുസ് നിർണ്ണയിക്കുക, കോഎഫിഷ്യൻസി നിർണ്ണയിക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമാണ് ആ മെറ്റീരിയലിൻ്റെ. അങ്ങനെ നിർണ്ണയിച്ചിട്ടുമില്ല. പണ്ട് ഈ കല്ല് കയ്യാല, നമ്മുടെ മൺകയ്യാലയൊക്കെ ഉണ്ടാക്കി വെക്കും പോലെ സിമൻറ്റ് ഇട്ട് കെട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും, അതിൻ്റെ ഒരു ആയുസൊക്കെ നിശ്ചയിക്കാൻ പറ്റും. കമ്പി, സിമൻറ്റ്, മണൽ, ചുടുകല്ല്, പാറയൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ആയുസ് പറയാൻ പറ്റും. പക്ഷേ അതുപോലെ ഒരു ആയുസ് പറയാൻ പറ്റുന്നതല്ല സുർക്കിയും ചുണ്ണാമ്പും. അതുകൊണ്ട് തന്നെ 50 വർഷത്തേക്കുള്ള കഥ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. പക്ഷേ പലരും പറയുന്നു, വായ്മൊഴിയായി എഴുതി വരുന്നു, വാഴ്ത്തുപാട്ട് പോലെ എല്ലാവരും പറഞ്ഞു വരുന്നു. പക്ഷേ 50 വർഷമാണെങ്കിൽ ഇപ്പോൾ 130 വർഷമായല്ലോ. ഇതിനിടയിൽ വലിയ പ്രതിസന്ധികളുണ്ടായി. ഇപ്പോൾ തമിഴ്നാട് എൻ്റെ നിലപാട് നമ്മുടെ ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. തമിഴ്നാട്ടിലെ വിജയ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനുവദിക്കുന്നില്ല എന്നാണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ റോഷി അഗസ്റ്റിനായാലും ജലവകുപ്പ് മന്ത്രിയായാലും ഇപ്പോഴത്തെ മോൻസ് ജോസഫ് ആയാലും, അത് കഴിഞ്ഞത് LDFൻ്റെ മന്ത്രിയാണ്, ഇപ്പോൾ UDFൻ്റെ മന്ത്രിയാണ്, രണ്ടുപേരും പുതിയ ഡാം വേണം എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ സമവായത്തിലെത്തണം എന്നുള്ള ഒരു വിഷയം എങ്ങനെയാണ് പരിഹരിക്കുക എന്നറിയില്ല. 35 ലക്ഷം വരുന്ന ജനങ്ങളാണ് ഇതിനകത്ത് ആശങ്കയിലായി കിടക്കുന്നത്. പുതിയ തമിഴ്നാട് സർക്കാരുമായി സമവായത്തിലെത്താമെന്ന് VD സതീശൻ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിച്ച് നമുക്ക് ചർച്ചയൊക്കെ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെയാണ് യാതൊരു ചർച്ചയുമില്ല, ഡാം കെട്ടാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായി വിജയ് കടുത്ത നിലപാടെടുത്തത്. മുൻ സർക്കാരുകളുടെ അതേ കടുംപിടുത്തം തുടരുക തന്നെയാണ്. TVK സർക്കാരും 2014 സുപ്രീം കോടതി ഉത്തരവ് ഉയർത്തിക്കാട്ടി ജലനിരപ്പ് 152 അടിയായി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും വിജയ് പറയുന്നുണ്ട്. ഇവിടെ 146 അടിയാവുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചിടിപ്പാണ്. അപ്പോഴാണ് 152 അടിയിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന മധുര, രാമനാഥപുരം, തേനി, ദിണ്ടുക്കൽ, ശിവഗംഗ തുടങ്ങിയ തെക്കൻ ജില്ലകളിലെ, തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ 29 നിയമസഭാ മണ്ഡലങ്ങളിൽ 16ഇടത്തും വൻ വിജയം ഇപ്പോൾ നേടിയിരിക്കുന്നത് തമിഴ് വെട്രി കഴകമായ TVKയാണ്. പ്രാദേശിക വികാരത്തെ, വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് 650 ദിവസവും മറ്റായി ടണൽ സമിതി എന്ന് പറഞ്ഞൊരു ചെറിയ വിഭാഗം സമരം ചെയ്തു പോകുന്നുണ്ട്. അവരങ്ങനെ സമരം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അത് കേരള സമൂഹത്തിൻ്റെയോ പിന്നെ നാട്ടിലെയോ ഇന്ത്യയുടെയോ പൊതുസമൂഹത്തിൻ്റെയോ വലിയൊരു അറ്റൻഷൻ ഇതുവരെ ആ സമരത്തിന് പിടിച്ചെടുക്കാനും, അതൊരു ചെറിയ സംഘം നടത്തുന്ന ചെറിയൊരു സമരം എന്നതിനപ്പുറം അത് ഒരുപക്ഷെ ഈ 35 ലക്ഷം ജനങ്ങൾ പോയിട്ട് 3 ലക്ഷം ജനങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിതാപകരമായ കാര്യമാണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ സമരം ചെയ്തെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് ഏറ്റെടുത്തതിനെ. കേരളീയർ എന്തുകൊണ്ട് മലയാളികൾ ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതും ഗൗരവമായ ചോദ്യമാണ്. 2022 സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് മുല്ലപ്പെരിയാർ വിഷയം നിലവിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ NDSAയുടെ പരിധിയിലാണ് വരുന്നത്. മേൽനോട്ട സമിതിയുടെ അധികാരങ്ങൾ NDSAയിലാണ്. മുൻ ചെയർമാൻ അനിൽ ജെയിൻ്റെ നേതൃത്വത്തിൽ ഡാമിൽ ആദ്യഘട്ട സന്ദർശനം പൂർത്തിയാക്കിയതാണ്. ബലക്ഷയം പരിശോധിക്കാൻ റോബോട്ടിക്സ് പരിശോധനയും പൂർത്തിയാക്കി. ഇതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. അടുത്ത ഘട്ടം നിഷ്പക്ഷ വിദഗ്ധ സമിതിയുടെ സന്ദർശനമാണ്. പുതിയ ചെയർമാനായി റീഡിംഗ് ഷിമറി ചുമതലയേറ്റതും ഇരു സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുമെന്നതാണ് സന്ദർഭം. ഇത് വൈകാൻ കാര്യം, തെരഞ്ഞെടുപ്പുകൾ വന്നതുകൊണ്ടാണ് ഇത് വൈകാൻ കാര്യം. പക്ഷേ എന്തായാലും ഇതിനിടയിലാണ് മുല്ലപ്പെരിയാർ സുരക്ഷാ സമിതിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയെ ഒഴിവാക്കിയിട്ട് UPയിൽ നിന്നുള്ളൊരു പ്രതിനിധിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിലും നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, ഇത് കേരളത്തിന് മാത്രമാണ് കൺസേൺ. ഇവിടെ കേരളം വിട്ടാൽ പിന്നെ വിജയിയെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള 4-5 ജില്ലകളിലെ പിന്നെ ശിവഗംഗയിലെയും തേനിയിലെയും ദിണ്ടുക്കലിലെയും തുടങ്ങിയിട്ടുള്ള തിരുനെൽവേലിയൊക്കെ പോലുള്ള ഒരുപാട് ജില്ലകളുടെ
പ്രശ്നങ്ങളാണ് അവരുടെ പ്രശ്നം. നമ്മളെ പ്രശ്നങ്ങൾ അതല്ല. അവർക്ക് വെള്ളം കിട്ടുന്നു, അവർ വൈദ്യുതി ഉണ്ടാക്കുന്നു, അവർ സുഖമായി കറണ്ട് ഉണ്ടാക്കി ജലസേചനം ഉപയോഗിച്ച് കുടിവെള്ളത്തിന് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തിനൊക്കെ നമ്മളെ വെള്ളം ഉപയോഗിക്കുന്നു. അത് കുഴപ്പമില്ല, വെള്ളം ഉപയോഗിച്ചോട്ടെ. പക്ഷേ നമ്മളുടെ ഭീഷണി, നമ്മുടെ ജീവൻ്റെ സുരക്ഷ, സ്വത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് അവർ കൺസേൺ അല്ല എന്നല്ല. കേരളീയരും അത്ര കണ്ട് കൺസേൺ അല്ല. പൊട്ടുമ്പോൾ പൊട്ടട്ടെ എന്നുള്ള ലെവലിലാണല്ലോ നമ്മുടെ ഒരു ജീവിതശൈലി. അല്ലെങ്കിൽ മലയാളി എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ ചോദ്യമാണ്. പിന്നെ ടണൽ സമിതി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അവർ കുറേ കാര്യങ്ങൾ പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, ചിലപ്പോൾ നല്ല ഗോഹ വിളിക്കുന്നു, പിന്നെ കുറച്ച് സമാധാനപ്പെടുന്നു. ഇങ്ങനെ പോകുന്നതല്ലാതെ ഒരു കാരണവശാലും മൂന്ന് കൂട്ടർ കൂടി ചെയ്യേണ്ടുന്നൊരു കാര്യത്തിൽ രണ്ട് കൂട്ടരും മൗനികളാണ്. മൂന്ന് കൂട്ടർ എന്ന് പറയുന്നത് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്, രണ്ടാമത് സംസ്ഥാന ഗവൺമെൻറ്റുകളായ തമിഴ്നാട് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്. അതിൽ കേരള ഗവൺമെൻറ്റും അത്ര ഒരു സീരിയസ് ആയ, കാരണം അവർക്ക് അങ്ങനെ ചൂടാകുന്നതിനൊരു പരിധിയുണ്ട്. കാര്യം മറ്റൊരു സ്റ്റേറ്റുമായി, പ്രത്യേകിച്ച് പച്ചക്കറി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വരുത്തുന്ന മുട്ട, പച്ചക്കറി, പാല് തുടങ്ങി സകല സാധനവും വരുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രമല്ല തമിഴ്നാട്ടുകാർ ആയിരക്കണക്കിന് ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെയുള്ളവർ 10,000-കണക്കിന് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ വലിയ സാമൂഹ്യ ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധവും സാംസ്കാരിക ബന്ധവും ഒക്കെയാണ് രണ്ട് സ്റ്റേറ്റുകളിലും തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല തമിഴ്നാടിനെ പിണക്കി നമ്മളിവിടെ കലാപം ഉണ്ടാക്കി തമിഴ്നാടിനെ വരുതിയിൽ വരുത്തുക എളുപ്പമല്ല. അവരും അവിടെ കലാപം ഉണ്ടാക്കും. നമ്മൾ കലാപം ഉണ്ടാക്കുമ്പോഴല്ല. അവരെ സംബന്ധിച്ചുള്ള വെള്ളവും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഈ പൊങ്കലും പിന്നെ ജല്ലിക്കെട്ടും ഒക്കെ അവരുടെ അതിവൈകാരിക വിഷയങ്ങളാണ്. അവർ ചിലപ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്താലും അത്ഭുതമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് എളുപ്പമല്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ്? ഡാം സേഫ്റ്റി അതോറിറ്റി ആണെങ്കിൽ ഉരുണ്ട് കളിക്കും, അവരാണെങ്കിൽ കൃത്യമായി പ്രോജക്റ്റുകൾ ചെയ്യില്ല, കൃത്യമായി കാര്യങ്ങൾ ചെയ്യില്ല. നിരീക്ഷണ സമിതിയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധി ഒഴിവാക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും വലിയ നിസ്സംഗതയിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗതയും ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിസ്സംഗതയും മുതലെടുത്തിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ് വളരെ സീരിയസ് ആയി അവരുടെ പക്ഷത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. കേരളത്തിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രീ പി ജെ ജോസഫ് മന്ത്രിയായിരുന്നപ്പോൾ, ജലവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കുറേ അധികം ശ്രമം നടത്തിയതാണ്. അതിവൈകാരികമായി മിനിസ്റ്റർ അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഉറക്കമില്ല, അല്ലെങ്കിൽ ഉറക്കം കെടുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. NK പ്രേമചന്ദ്രൻ്റെ കാലത്ത് നിരവധി കമ്മിറ്റിയെ വച്ചു, നിരവധി കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഇതിനിടയിൽ ഒരു ഡോക്ടർ ജോസഫ് എന്ന് പറയുന്ന ഡോക്ടർ കൃത്യമായി ചില ഉത്തരവുകൾ സുപ്രീം കോടതി വാങ്ങി. ഒരു വിദഗ്ധ സമിതി, സ്വതന്ത്രമായ വിദഗ്ധ സമിതിയാണ് ഇത് പറയേണ്ടത്. വല്ലാതെ ടണൽ സമിതി പറയുന്നു ടണൽ വേണമെന്ന്, കേരള സർക്കാർ പറയുന്നു പുതിയ ഡാം വേണമെന്ന്, കുറച്ച് പേര് പറയുന്നു ജലനിരപ്പ് ഉയർത്തിയാൽ മതിയെന്ന്, അല്ല താഴ്ത്തിയാൽ മതിയെന്ന്, വേറെ ചിലർ പറയുന്നു തമിഴ്നാടിൻ്റെ ജലനിരപ്പ് ഉയർത്തി അങ്ങോട്ട് അവർ കൊണ്ടുപോയാൽ മതിയെന്ന്, പിന്നെ ചിലർ പറയുന്നു ടണലാണ്, കുറച്ച് പേര് പറയുന്നു ഡാം കെട്ടലാണ്. ഇങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് പറയുമ്പോൾ ഈ ഡാം സേഫാണോ അല്ലയോ എന്ന് വളരെ കൃത്യമായി സ്വതന്ത്രമായ ഒരു ഏജൻസി പറയേണ്ടതുണ്ട്. സേഫ് അല്ലെങ്കിൽ എത്ര കാലത്തെ, സേഫ് ആണെങ്കിൽ എത്ര കാലത്തേക്ക്, സേഫ് അല്ലെങ്കിൽ എത്ര കാലം കൊണ്ടിത് പൊളിച്ചു മാറ്റണം. അത് പൊളിച്ചു മാറ്റണോ, ടണൽ വേണോ, അതിൻ്റെ ജലനിരപ്പ് കുറയ്ക്കണമോ, പുതിയ ഡാം കെട്ടണോ എന്നതിൻ്റെ സാങ്കേതികമായ അറിവും വിവരവും വളരെ അത്യാവശ്യമാണ്. അതുണ്ടാവുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കൂടിയിരിപ്പുകളും പൊളിറ്റിക്കൽ ചർച്ചകളും ആവശ്യമുണ്ട്. ഇവിടെ 35 ലക്ഷം ജനങ്ങളാണെങ്കിൽ അവിടെയും 5-6 ജില്ലകളിലായി വളരെ വലിയൊരു ശതമാനം ജനങ്ങൾ, 10-50 ലക്ഷം ജനങ്ങൾ അവിടെയുമുണ്ട്. അപ്പോൾ രണ്ട് ജനത തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകാതെ ഇതിനെ പരിഹരിക്കുന്നതിന് വലിയ റോൾ എടുക്കാൻ കഴിയുന്നത് ഡാം സേഫ്റ്റി അതോറിറ്റിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. നരേന്ദ്രമോദി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. അങ്ങനെ ഇടപെട്ടാൽ മാത്രമേ ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാവുകയുള്ളൂ. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചർച്ചയ്ക്ക് പോകുമായിരിക്കും, ചർച്ചകൾ നടക്കുമായിരിക്കും. പക്ഷേ അതിന് കുറച്ചുകൂടി വേറൊരു ബലം കൂടി കൊടുത്തുകൊണ്ട് ചെറിയ ഒരു പ്രഷർ ടാറ്റിക്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടിവരും. അതിന് ഒരു സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റിനെ പ്രഷർ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിനാകുമ്പോൾ അങ്ങനെ ഒരു പരിമിതിയില്ല. ശരിയായ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നാൽ അത് ചെയ്യണമെന്ന് രണ്ട് സ്റ്റേറ്റിനെയും സമ്മർദ്ദപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയും. അങ്ങനെ കഴിയണം.